സാറേ നമ്മൾ ഈ മഞ്ഞപ്പത്രം ഇങ്ങനെ പോയാൽ പോരാ, നല്ല ഒന്നാമത്തെ റിപ്പോർട്ട് കൊടുത്തേ പറ്റുള്ളൂ. ഞാൻ ഈ കേരളത്തിലുള്ള കംപ്ലീറ്റ് പത്രങ്ങൾ അരിച്ചു പറക്കി നല്ല നല്ല റിപ്പോർട്ട് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. കംപ്ലീറ്റ് പത്രം അല്ല, നമ്മളെ കംപ്ലീറ്റ് പത്രത്തിനേക്കാളും ഒരുപാട് മുകളിൽ വേണമെന്നോ എന്ന് വിചാരിച്ച ഒരുപാട് റിപ്പോർട്ട് തയ്യാറാക്കി നമ്മൾ ശ്രദ്ധിച്ച് കേട്ടോണം. ഇത് കാഞ്ഞിരപ്പള്ളി നടന്ന സംഭവമാണ്. ഒരു ഹെലികോപ്റ്റർ നേരെ മരുന്നടിക്കുന്നതിനിടയിൽ റബ്ബറിന്റെ മണ്ടയിൽ തട്ടി ഹെലികോപ്റ്റർ പൊട്ടിത്തെറിച്ച് നേരെ താഴേക്ക് വീഴുന്നു. ഇതുവരെ 57 ശവങ്ങൾ രക്ഷാപ്രവർത്തകർ മാന്തി എടുത്തു കഴിഞ്ഞു. ഇനി 2 പേരെ മാത്രമേ കിട്ടാനുള്ളൂ. ഹെലികോപ്റ്ററിലെ ഡ്രൈവറെ കിട്ടാറുണ്ട്. അതൊക്കെ ഓക്കെ. അപ്പൊ അത് റെഡിയാണല്ലോ. അപ്പോഴേ ഹെലികോപ്റ്ററിന്റെ പടം ഉണ്ടോ? പടം സാർ എന്നെ വർത്തമാനാ സാറാ പറയുന്നത്. ഈടാ ഹെലികോപ്റ്റർ കത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ചെന്ന് പടം എടുക്കാൻ പറ്റുമോ? എന്നെ മണ്ടത്തരവാ സാറേ ഇത്. ഇത് ആൾക്കാർ ഇത് വായിച്ചു പോകുന്നുള്ളൂ. പടം കണ്ടാലല്ലേ ആൾക്കാർക്ക് ഇത് മനസ്സിലാവുള്ളൂ. ഹെലികോപ്റ്റർ അതിപ്പോ ഞാനിപ്പോ എവിടെ ചെന്ന് പടം എടുക്കാന്? ഒരു കാര്യം ചെയ്യ്, നീ ആ രഘുവിന്റെ തട്ടുകടയിലേക്ക് ഓടിച്ചല്ലേ. എന്തിന്? അവിടെ ചെന്ന ഒരു ചിക്കൻ ഫ്രൈ ഇങ്ങ് മേടിച്ചോണ്ട് ഞാൻ ഒപ്പിക്കാൻ പറ്റും. എന്റെ സാറേ ഞാനിപ്പോ ആഹാരം കഴിച്ചോളൂ, ഞാൻ ചിക്കൻ കഴിക്കാറില്ല. ചിക്കൻ ഫ്രൈ നിനക്കല്ല, പിന്നെ ചിക്കൻ ഫ്രൈയുടെ ലെഗ് പീസ് ഇങ്ങ് എടുക്കും, എന്നിട്ട് ചാറി മുക്കിട്ട് ക്ലോസിൽ ഒരു ഫോട്ടോ എടുക്കും, എന്നിട്ട് പത്രത്തിലേക്ക് എടുക്കും. ഹെലികോപ്റ്റർ ക്രാഷ്. ഞാൻ ഇതുപോലെ എന്തെല്ലാം ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു ബസ് കത്തിയില്ലേ, ഞാൻ പത്രത്തിൽ പടം ഇട്ടായിരുന്നല്ലോ ബസ്സിന്റെ. അതെങ്ങനെ ഇട്ടേ? ഒരു കവർ ബ്രെഡ് മേടിച്ചോണ്ട് തീക്കാത്തൊക്കെ ഇട്ട് അങ്ങ് ചുട്ടു, എന്നിട്ട് ക്ലോസിൽ ഫോട്ടോ എടുത്ത് പത്രത്തിലങ്ങ് ഇട്ടു. അത് അവാർഡ് കിട്ടി. പിന്നെ